GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാവേലി സ്റ്റോറുകളിൽ പുഴുക്കലരി വിൽപ്പന നിലയ്ക്കുന്നു. സപ്ലൈകോ അരി വാങ്ങുന്നത് നിർത്തിവെച്ചത് പ്രതിസന്ധിക്ക് കാരണം. കോതമംഗലത്ത് ഒരു മാസത്തിനകം ഗതാഗത പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലെ വീഴ്ചയാണ് പ്രശ്നമെന്ന് ജില്ലാ കളക്ടർ. വാർത്തകൾ വിശദമായി. ജയരാജന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോതമംഗലം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. കോതമംഗലം ടൗണിൽ നടന്ന പ്രകടനത്തിന് ഏരിയ സെക്രട്ടറി R. അനിൽകുമാർ നേതൃത്വം നൽകി. പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിവാട് നടത്തിയ പ്രകടനത്തിന് സെക്രട്ടറി KB മുഹമ്മദ്, OE അബ്ബാസ്, MM ബക്കർ, KA ജമാൽ, KP സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലിക്കുഴിയിൽ നടന്ന പ്രകടനത്തിന് KG ചന്ദ്രബോസ്, അസീസ് റാവുത്തർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിലും ലാഭം മാർക്കറ്റുകളിലും പുഴുക്കലരിയുടെ വിൽപ്പന സ്തംഭനത്തിലേക്ക്. പല സ്റ്റോറുകളിലും വിൽപ്പന ഇപ്പോൾ തന്നെ നിലച്ചിട്ടുണ്ട്. സ്റ്റോക്ക് തീരാത്ത സ്റ്റോറുകളിൽ മാത്രമാണ് ഇപ്പോൾ പുഴുക്കലരി വിൽക്കപ്പെടുന്നത്. ഈ സ്റ്റോക്കും തീരുന്നതോടെ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്ന് പുഴുക്കലരി കുറച്ചു ദിവസത്തേക്കെങ്കിലും പൂർണ്ണമായി അപ്രത്യക്ഷമാകും. പൊതുവിപണിയിൽ കുത്തരിയുടെയും കുറുവ, ജയ തുടങ്ങിയ ഇനങ്ങളുടെയും വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സപ്ലൈകോയുടെ അരി വിൽപ്പന നിലയ്ക്കുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. വിപണിയിൽ ഉയർന്ന വില നിലനിൽക്കുന്നതിനാൽ അരി സ്റ്റോക്ക് എടുക്കാൻ സപ്ലൈകോ മടിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അറിയുന്നത്. അരിമില്ലുകാർ ഒത്തുചേർന്ന് സപ്ലൈകോയെ കൊണ്ട് ഉയർന്ന വിലയ്ക്ക് അരി എടുപ്പിക്കാനുള്ള ആസൂത്രിത നീക്കവും നടത്തിയിരുന്നു. ഇതുവഴി ഉണ്ടാകുന്ന വലിയ നഷ്ടം ഒഴിവാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് സപ്ലൈകോ നടത്തുന്നത്. കോതമംഗലം താലൂക്കിലെ പല മാവേലി സ്റ്റോറുകളിലും പുഴുക്കലരിയുടെ വിൽപ്പന പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കളെ വലച്ചിരിക്കുകയാണ്. വൈദ്യുതി നിരക്ക് വർധനയിൽ നേരിയ ഇളവ് നൽകാൻ തീരുമാനം. 120 യൂണിറ്റ് വരെയുള്ള ഉപയോഗത്തിന് നിരക്ക് വർധനവ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നിരക്ക് വർധനവിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ഇളവ് നൽകാൻ തീരുമാനിച്ചത്. കോതമംഗലം ടൗണിൽ ഒരു മാസത്തിനകം ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് ചെയർമാൻ KP ബാബു. പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്ത യോഗം ഒട്ടേറെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള വീഴ്ചയാണ് പ്രശ്നമെന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. കോതമംഗലത്ത് നടപ്പാക്കേണ്ട ഗതാഗത പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിപുലമായ യോഗമാണ് നടന്നത്. മുനിസിപ്പൽ ചെയർമാൻ KP ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TU കുരുവിള MLA, ജില്ലാ കളക്ടർ ഷെയ്ഖ് പരീദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ജേക്കബ് എന്നിവരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സംഘടനാ ഭാരവാഹികളും സ്ഥാപന മേധാവികളും പങ്കെടുത്തു. മുൻപെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിനെ കുറിച്ചായിരുന്നു പ്രധാനമായും ചർച്ച നടന്നത്. പഴയ തീരുമാനങ്ങൾ തന്നെയാണ് വീണ്ടും നിർദ്ദേശങ്ങളായി ഉയർന്നത്. ബസ് സ്റ്റാൻഡുകൾ സംബന്ധിച്ചും വൺ വേ സംബന്ധിച്ചും പാർക്കിംഗ് സംബന്ധിച്ചുമെല്ലാം പതിവ് ചർച്ച തന്നെ നടന്നു. എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിലുള്ള വീഴ്ചയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി. ഇതൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ പല ചർച്ചകളിലും പല മീറ്റിംഗിലും പല കാര്യങ്ങൾ തീരുമാനിക്കുമെങ്കിൽ തന്നെയും പ്രധാനമായിട്ടും പല പദ്ധതികളും നമ്മുടെ തീരുമാനങ്ങൾ പരാജയപ്പെടുന്നത് ഇംപ്ലിമെന്റേഷനിൽ ഉണ്ടാകുന്ന മോണിറ്ററിംഗ് കൊണ്ടാണ്. അപ്പോൾ എന്റെ അഭിപ്രായം സമയബന്ധിതമായി ഒരു മോണിറ്ററിംഗ് ഉണ്ടാവണം. നമ്മൾ തീരുമാനിക്കുന്ന 100% കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അറ്റ്ലീസ്റ്റ് 80% അല്ലെ 70% കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ ഒരു വൻ വിജയമാണ് എന്ന് ഞാൻ കരുതുന്നു. അത് നടപ്പിലാക്കണമെങ്കിൽ സമയബന്ധിതമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ നടപ്പിലാക്കാനുള്ളൂ. യോഗത്തിൽ ഉയർന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ഒരു മാസത്തിനകം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് ചെയർമാൻ KP ബാബു യോഗത്തിന് ശേഷം പറഞ്ഞു. ഈ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് ട്രാഫിക് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി കോതമംഗലത്ത് ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരം കണ്ടെത്താനും ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കാനും ശ്രമിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ അതൊക്കെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കും.
പോലീസ് ആക്ടിൻ്റെ പരിധിയിലാണ് ഈ ട്രാഫിക് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി എന്നുള്ളത് കൊണ്ട് ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പോലീസിൻ്റെ വളരെയധികം സഹായം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ട്രാഫിക് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ KP ജോസ് യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ ട്രാഫിക് ക്രമീകരണ സമിതി ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും 100% അതിന്റെ സ്പീഡിലും സ്പിരിറ്റിലും ഞങ്ങൾ നടപ്പാക്കും എന്ന് ഞങ്ങൾ ഉറപ്പുവരികയാണ്. പിന്നെ ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിൽ നിന്നും തങ്ങളത്ത് നിന്നും പുറപ്പെടുന്ന ബസ്സുകളുടെ അത് 3 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറയുന്ന ഒരു സമയം കൃത്യതയില്ലാത്തൊരു കാര്യമാണ്. നേരെ മറിച്ച് ഈ ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് എത്തേണ്ട ബസ്സുകളുടെ ഒരു ലിസ്റ്റും അതിന്റെ ടൈമും തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 ബസ് സ്റ്റാൻഡിലും പോലീസിനെ വിന്യസിച്ചിട്ട് ആ സമയത്ത് അത് അവിടെ എത്തുന്നുണ്ടോ എന്ന് ഞാൻ ഉറപ്പുവരുത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെർമിറ്റിന്റെ തന്നെ വയലേഷനാണ്. അത് പ്രകാരം ഞങ്ങൾ നടപടിയെടുത്തുള്ളത്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം KSEB ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ധർണയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് PM ഇസ്മായിൽ നിർവഹിച്ചു. മിനി ഗോപി, CE ഏലിയാസ്, CA മക്കാർ, സാബു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭകളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ ക്ഷണിച്ചില്ലെന്ന പരാതി. TM അബ്ദുൾ അസീസിനെയാണ് ഗ്രാമസഭയിൽ പങ്കെടുപ്പിക്കാതിരുന്നത്. LDF-കാരനായ അബ്ദുൾ അസീസിനെ UDF-കാർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ ഗ്രാമസഭകളിൽ നിന്നും മാറ്റി നിർത്തിയതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് LDF പഞ്ചായത്ത് കൺവീനർ KG ചന്ദ്രബോസ് വ്യക്തമാക്കി. സിവിൽ സർവീസ് പരീക്ഷയിലെ 140ാം റാങ്ക് ജേതാവ് സ്റ്റീഫൻ മാണിക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പറമഞ്ചേരി സ്വദേശി സ്റ്റീഫൻ മാണി കോതമംഗലം സെന്റ് ജോർജ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് സ്റ്റീഫൻ മാണിക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗത്തിൽ ഫാദർ തോമസ് മലേക്കുടി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ തോമസ് പെരിയപുറം സ്റ്റീഫൻ മാണിക്ക് ഉപഹാരം നൽകി. സ്റ്റീഫൻ മാണി മറുപടി പ്രസംഗം നടത്തി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് ഇവിടെ ചേരാം എന്നെടുത്ത ഒരു തീരുമാനമാണ്. ഇവിടുത്തെ 2001 മുതൽ 2003 വരെ എൻ്റെ വിദ്യാലയം ഈ 2 വർഷക്കാലം എന്ന് പറയുന്നത് അക്കാഡമിക് ആയിട്ട് എന്നെ വളരാൻ സഹായിച്ചു. ഒരു നല്ല മികച്ച റാങ്കോടുകൂടി ഇവിടെ നിന്ന് പാസ് ഔട്ട് ആവാൻ കഴിഞ്ഞു. പക്ഷേ അതിലുപരിയായി എൻ്റെ ജീവിതത്തിലെ നിർണായകമായ സ്വാധീനം എന്ന് പറയുന്നത് ഇവിടുത്തെ അധ്യാപകർ എന്നിൽ അർപ്പിച്ച വിശ്വാസവും അവരുടെ പ്രോത്സാഹനവുമാണ്. NC ചെറിയാൻ, ജിജി ജോർജ്, ജോസഫ് ജോർജ്, ജോർജ് തകടിയിൽ, അനി ജോസ്, അജിൽ ജോ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടത്തി. ഹിന്ദു ഐക്യവേദിയുടെ കോഴിപ്പള്ളി സ്ഥാനീയ സമിതി രൂപീകരിച്ചു. ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ET നടരാജൻ, PG വിജയൻ, KN രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഹിന്ദു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സ്ഥാനീയ സമിതി ഭാരവാഹികളായി K വിജയകുമാർ പ്രസിഡന്റ്, അഖിൽ സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ്, രഞ്ജിത്ത് രാഘവൻ ജനറൽ സെക്രട്ടറി, AK അനീഷ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. കോട്ടപ്പടി പഞ്ചായത്തിൽ മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടന്നു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സാജു നിർവഹിച്ചു. CB വർക്കി, MK വേണു, KS സുബൈർ, അജിൽ ഷാൻ അയ്യപ്പൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വടാട്ടുപാറ പൊയ്ക ഗവൺമെന്റ് ഹൈസ്കൂളിൽ PTA പൊതുയോഗം നടത്തി. KN അജയൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് CM റിജീത, ജെയിംസ് കോറമ്പേൽ, C പത്മജൻ, ശാന്ത P അയ്യപ്പൻ, ബെന്നി ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ജെയിംസ് കോറമ്പേൽ പ്രസിഡന്റ്, KM വിനോദ് വൈസ് പ്രസിഡന്റ്, മിനി ശൈലജൻ മാതൃസംഗമം ചെയർപേഴ്സൺ എന്നിവരെ തെരഞ്ഞെടുത്തു. കോതമംഗലത്ത് രൂപീകരിച്ച TM മീഡിയൻ സ്മാരക ലൈബ്രറിയിലേക്കുള്ള പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് PM ഇസ്മായിൽ നിർവഹിച്ചു. ചടങ്ങിൽ PR മുരളീധരൻ, PR ഗംഗാധരൻ, R അനിൽകുമാർ, CPS ബാലൻ, PN ശിവശങ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം കോളേജ് ജംഗ്ഷനിലെ ഹോംടെക് ബിൽഡേഴ്സിന് ISO 9001-2008 അംഗീകാരം ലഭിച്ചു.
കോതമംഗലത്തെ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആദ്യ സ്ഥാപനമാണ് ഹോംടെക് എന്ന് മാനേജിംഗ് ഡയറക്ടർ മിൽസൺ ജോർജ് അറിയിച്ചു. ചരമ അറിയിപ്പ്. വാരപ്പെട്ടി ചേനക്കരയിൽ പഴയതനായ പൗലോസിന്റെ ഭാര്യ മറിയം നിര്യാതിയായി. 79 വയസ്സായിരുന്നു. കോതമംഗലം TB കുന്ന് PDക്കൽ ഔസേഫ് ആന്റണി നിര്യാതനായി. 67 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാവേലി സ്റ്റോറുകളിൽ പുഴുക്കലരി വിൽപ്പന നിലയ്ക്കുന്നു. സപ്ലൈകോ അരി വാങ്ങുന്നത് നിർത്തിവെച്ചത് പ്രതിസന്ധിക്ക് കാരണം. കോതമംഗലത്ത് 1 മാസത്തിനകം ഗതാഗത പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലെ വീഴ്ചയാണ് പ്രശ്നമെന്ന് ജില്ലാ കളക്ടർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.